ഹായ് ഹലോ, ഫൺ ഫ്രൈഡേ എന്റർടൈൻമെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ആദ്യമായി വിഷു ആശംസകൾ. നമ്മളിന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. ഈ കേരളത്തിലെ പല ഭാഗത്തും വിഷുക്കട്ട എന്നൊരു ഐറ്റം ഉണ്ട്, സ്പെഷ്യൽ വിഭവം. അത് തൃശ്ശൂരിൽ കൊടുങ്ങല്ലൂർ ഭാഗത്ത് കിട്ടുമെന്നുള്ളതാണ്, അവർ പ്രഭാതഭക്ഷണമായിട്ട് ഉപയോഗിക്കുമെന്നുള്ളതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഒരു രാവിലെ വിഷുക്കട്ട ഉണ്ടാക്കി അത് ശർക്കര പാനി ഒഴിച്ച് കഴിക്കുന്ന ഒരു രീതി നമ്മൾ കേട്ടിട്ടുണ്ട്. മറ്റെവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പൊ അത് ചില ആളുകൾക്ക് അറിയാൻ പറ്റും അത് എന്താണെന്നുള്ളത്. ചില ആളുകൾ ആദ്യമായി വിഷുക്കട്ടെന്ന് കേൾക്കുന്നവരുണ്ടാവും. ഞാനിത് കേട്ടപ്പോ എനിക്കറിയില്ലായിരുന്നു. പിന്നീട് നമ്മളിത് പലരോടും ചോദിച്ചാണ് മനസ്സിലാക്കിയത്. അപ്പൊ അമ്മക്ക് അറിയാമായിരുന്നു. അപ്പൊ അമ്മയാണ് ഇന്ന് നമുക്കത് പാചകം ചെയ്ത് തരുന്നത്. തൃശ്ശൂർ ഭാഗത്തൊക്കെ ഇത് ബീഫ് കൂട്ടി കഴിക്കുന്നത് കേട്ടിട്ടുണ്ട്. നമ്മുടെ ഇവിടെ കൂടുതൽ ചിക്കൻ ആണ് താല്പര്യം. അതുകൊണ്ട് നമ്മൾ ചിക്കൻ കറി കൂട്ടി ഇത് കഴിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാകും എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പഴംപൊരിയും ബീഫും തമ്മിൽ പ്രണയത്തിലായ പോലെ വിഷുക്കട്ടയും ചിക്കൻ കറിയും തമ്മിൽ പ്രണയത്തിലായാലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ അമ്മയാണ് നമുക്ക് ഇന്ന് പാചകം ചെയ്യുന്നത്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഇട്ടേക്കാം. നമുക്കപ്പോ കുക്കിങ്ങിലേക്ക് കിടക്കാം. ബാക്കി നമുക്ക് പാചകം ചെയ്തുകൊണ്ട് കേൾക്കാം. ഓക്കെ, കമോ. തലപ്പാലെടുത്ത് മാറ്റിയേക്കാം. രണ്ടാം പാലും മൂന്നാം പാലും പിഴിഞ്ഞ് എടുത്ത് മാറ്റിയേക്കണം. കുക്കർ അടുപ്പത്ത് വെച്ച് രണ്ടാം പാലും മൂന്നാം പാലും പിഴിഞ്ഞതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് പുഴുക്കലരി വേവിച്ച് പുഴുക്കലരി അടുപ്പത്തേക്ക് ഇടും. പാല് അരി വേകാനുള്ളത് ഒഴിക്കണം. അരി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാം. അതിനായി ഒരു ബോണി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വരുമ്പോൾ കളറ് ചുമന്ന് വരും. എന്നിട്ട് സവാള ഇടാൻ പോകും. ആവശ്യത്തിന് പച്ചമുളകും ചതച്ച് ഇതിലേക്ക് ഇടാം. ഏകദേശം പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതിന്റെ കൂടെ കുറച്ച് വേപ്പിലയും ഇടാം. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. സവാള മൂക്കുമ്പോൾ വെളുത്ത കളറില്ലാണ്ടിരിക്കാനായിട്ട് മഞ്ഞപ്പൊടി ഇട്ട് സവാള മൂപ്പിച്ചാല് പെട്ടെന്ന് മൂത്ത് കിട്ടും. കളറും വെളുത്തിരിക്കില്ല. സവാള മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി ഒരു 3-4 സ്പൂൺ ഇടാം. ചെറിയ സ്പൂണാണ്. തക്കാളി ഇട്ടാല് ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. സവാളയും തക്കാളിയും നന്നായി മൂത്തിട്ടുണ്ട്. നമ്മുടെ മല്ലിപ്പൊടിയും നന്നായി മൂത്ത്. ഇനി അടുത്തതായിട്ട് നമുക്ക് മുളക് പൊടി ആവശ്യത്തിന് ഞാൻ 2 സ്പൂൺ ഇടുന്നുണ്ട്. എല്ലാവർക്കും എരിവിനനുസരിച്ച് മുളക് പൊടി ഇടാം. ചിക്കൻ നമ്മള് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും പുരട്ടി ഫ്രിഡ്ജില് 1/2 മണിക്കൂർ വെച്ചിരുന്നാല് അതിനകത്ത് എല്ലാം പിടിച്ചിരിക്കും. ആ ചിക്കൻ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം.
ചിക്കൻ കറി കുറച്ചു നേരം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചോറ് വെന്തിട്ടുണ്ട്. ഉണക്കലരിയാണ് നമുക്ക് വിഷുക്കട്ട തയ്യാറാക്കാൻ ഏറ്റവും നല്ലത്. പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് കുറുകി കട്ടയാകുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. വിഷുക്കട്ട റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ലാസ്റ്റ് സ്റ്റേജിലാണ്. ഇതിനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് പകർത്താം. വാഴയിലയിലേക്ക് ചൊരിഞ്ഞ് ഇടാം. ഇത് നമുക്ക് വരഞ്ഞ് സെറ്റാക്കി വെക്കാം. വാഴയില പൊട്ടാതെ തന്നെ വരയണം. പഴയ തേങ്ങാച്ചോറിന്റെ ഒക്കെ ഒരു സ്മെല്ലും ആ ഒരു ഫീലും അടുത്തുള്ള സ്മെല്ല് ചിക്കൻ കറി എന്തായിരുന്നു നോക്കാം. ചിക്കൻ കറി അടിപ്പനായിരുന്നു. അപ്പൊ നമ്മുടെ വിഷുക്കട്ടയും ചിക്കൻ കറിയും തയ്യാറായിട്ടുണ്ട്. നമുക്കിത് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എന്നിട്ട് ബാക്കി പറയാം. കഴിച്ചു നോക്കിയിട്ട് പറയുന്നത് അതിന്റെ പഞ്ച്. നമുക്കിത് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോ നമ്മുടെ വിഷുക്കട്ടയും ചിക്കൻ കറിയും നമുക്ക് ആദ്യം പൊന്നൂന് തന്നെ ഇത് കൊടുക്കാം. അതാകുമ്പോ കറക്റ്റ് അഭിപ്രായം അറിയാൻ പറ്റും. അപ്പോ പൊന്നു ആദ്യം ട്രൈ ചെയ്യണ്ടേ കട്ടയും ഇറച്ചിക്കറി. ടേസ്റ്റ് ഉണ്ടാ? സൂപ്പറാണല്ലേ? ശരിയുണ്ട? നല്ല സൂപ്പറായിട്ട്. കാരണം നമ്മൾ സാധാരണ ചോറ് ചിക്കൻ കറി കഴിക്കണ പോലെ അല്ല. ഈ നമ്മുടെ ആ ഒരു തേങ്ങയുടെ ആ ഒരു ഫ്ലേവർ ശരിക്ക് റൈസിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അതും ചിക്കൻ കറിയുടെ ആ ചെറിയ എരിവും അതിന്റെ ആ ഒരു വെളിച്ചെണ്ണയുടെ ഒരു ഇതൊക്കെ വന്നു കഴിയുമ്പോ നല്ല ഒരു വെറൈറ്റി ടേസ്റ്റ്. പഴയ ഒരു തേങ്ങാച്ചോറിന്റെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അതും ചിക്കൻ കറി ആകുമ്പോ വേറെ ലെവൽ സാധനം. ഇനി ഉണ്ടാക്കിയ ആള് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ നോക്കും? എങ്ങനെ നോക്കി? അടിപൊളി. നമ്മൾ ഇതുവരെ കഴിക്കാത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ് ചിക്കൻ കറി. പൊടി വെറൈറ്റിയാണ്. അമ്മയുടെ സഹായി വലങ്കൈ. സൂപ്പർ. അതിന് അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കഴിച്ചത്. സൂപ്പറായിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യണേ. പഴമയുടെ രുചിയും പുതുമയുടെ ചിക്കൻ കറിയിൽ വന്നിട്ട് എങ്ങനെയുണ്ട്? പുളിയാണ്ട്. അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ സക്സസ് ആണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആ തേങ്ങ ചോറിന്റെ ഒരു ടേസ്റ്റ് വിഷുക്കട്ട അത് ചിക്കൻ കറിയും കൂടി വരുമ്പോ അപാര ടേസ്റ്റാണ്. നല്ല ഫീലാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയായിരുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ട് എന്ന് കമന്റിൽ അറിയിക്കുക.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ സൈൻ ഓഫ്.